ഒന്ന് സങ്കല്പിക്കുക, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ വനത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊന്നുമില്ല, നടന്നാണ് പോകുന്നത്. അന്നേരം പോകുന്ന വഴിക്ക് ഉടനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ ഒരു രാജവമ്പാല ഇങ്ങനെ പത്തിയും പടർത്തി നിൽക്കുന്നു. അന്നേരം എന്താണ് നമ്മുടെ റിയാക്ഷൻ? ആദ്യത്തെ റിയാക്ഷൻ, നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യും. ഒരു കുറേ ചവിടുകൾ നമ്മൾ പുറകോട്ട് വന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത നെക്സ്റ്റ് റിയാക്ഷൻ. പിന്നെ അതിനെ കൊല്ലണോ പിടിക്കണോ എന്തെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. പക്ഷേ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്താണ്? ബാക്ക് ട്രാക്ക് അവർ സെൽവ്സ്. ആ പത്തി വിടർത്തി നിൽക്കുന്ന രാജവെമ്പാലയുടെ ആ റേഞ്ചിൽ നിന്ന് നമ്മളെ തന്നെ ദൂരെ മാറ്റി നിർത്തും. അതല്ലേ സ്വാഭാവികമായിട്ടുള്ള ഇടപാട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ IT സെക്ടറിൽ നടന്നിരിക്കുന്നത്. ഇന്ത്യൻ IT സെക്ടർ ഇടിഞ്ഞു തകർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പല സുഹൃത്തുക്കളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേമമാണ് ഇന്ത്യൻ IT സെക്ടർ, നമുക്ക് ഇത്രമാത്രം ഗ്രോത്ത് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരുടെയും പോർട്ട്ഫോളിയോ ഒക്കെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഇവർ വൻ നഷ്ടം സഹിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല എന്ന റിയാലിറ്റി മാറിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഇന്നലെ ഇൻഫോസിസിൻ്റെ റിസൾട്ട്സ് വന്നു. ഒരു 2 ദിവസം മുമ്പേ HCL ടെക്കിൻ്റെ റിസൾട്ടും കൂടെ വന്നായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ 9-ാം തീയതി ആണെന്ന് തോന്നുന്നു TCSൻ്റെ റിസൾട്ടും കൂടെ വന്നായിരുന്നു. TCSൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ള IT സ്റ്റോക്സ് എല്ലാം ഇടിഞ്ഞു പറഞ്ഞ് താഴെ വീണു. എന്നിട്ട് പിന്നെ HCL ടെക്കിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴോ അതുപോലെ തന്നെ അതും കൂടെ പിന്നെ ഇടിഞ്ഞ് താഴെ വീണു. ഇന്നലെ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വന്നു. ഇപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻഫോസിസും കൂടെ ഇടിഞ്ഞു പറഞ്ഞ് താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇൻഫോസിസ് ADRന് അമേരിക്കയിൽ ഭയങ്കര ഇടിവായിരുന്നു. അപ്പോൾ ആർക്കും വലിയ ഇഷ്ടപ്പെടുന്നില്ല റിസൾട്ട്സ്. എന്നാൽ റിസൾട്ട്സ് പൊതുവെ നമ്മൾ വേറെ ഒരു കാര്യവും സറൗണ്ടിങ് കാര്യങ്ങളൊന്നും കാണാതെ ഈ റിസൾട്ട്സ് മാത്രം ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇൻഫോസിസ് പറയുന്നത് 21% പ്രോഫിറ്റ് വർദ്ധിച്ചെന്നാണ്. 21% ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ് വളരെ നല്ലൊരു റിസൾട്ട്സ് ആയിട്ടാണ് നമ്മൾ പറയേണ്ടത്, ഇല്ലേ? എന്നാൽ HCLൻ്റെ പ്രോഫിറ്റ് എങ്ങനെയായിരുന്നു? അത് 4.25% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചത്. അപ്പോൾ HCLന് വലുതായിട്ടൊന്നും പ്രോഫിറ്റ് കാണിക്കാനില്ല. അന്നേരം പിന്നെ നമുക്കൊന്ന് ഇടിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോസിസിനെയും TCSനെയും HCL ടെക്കിനെയും അങ്ങനെയൊക്കെയുള്ള സകല ഭീമൻ IT സർവീസസ് കമ്പനിയാണല്ലോ, ഇതിനെല്ലാം ബാധിച്ചിരിക്കുന്ന രോഗം ഒന്നുപോലെ തന്നെയാണ്. ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും പിടിപ്പെട്ടല്ലോ, അതുപോലെയുള്ള ഒരു പ്രശ്നത്തിൽ കിടക്കുകയാണ്. ഇതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇടിവിന് കാരണം ഇവരുടെ പെർഫോമൻസ് അല്ല. അത് നിങ്ങൾക്കറിയാമോ? ഇവരുടെ പെർഫോമൻസ് അല്ല. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇടിവ് അവരുടെ ഗൈഡൻസ് കാരണമാണ്. HCL ടെക്കിൻ്റെ ഗൈഡൻസ് 1% to 4% ആണ് ഇനി അടുത്ത വർഷം ഞങ്ങൾ ഗ്രോ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇൻഫോസിസ് പറയുന്നത് 1.5% തൊട്ട് 3.5% വരെ ഞങ്ങൾ ഗ്രോ ചെയ്യും. അതോടുകൂടെ എടുത്തിട്ട് ഇടിച്ചതാണ്, അല്ലാതെ ഇവരുടെ ഓൾറെഡി പെർഫോം ചെയ്ത പെർഫോമൻസിൻ്റെ ബേസിസിലല്ല. അതുകൊണ്ട് HCL ടെക്ക് ഇൻഫോസിസിനെക്കാട്ടിയും കുറവ് പെർഫോമൻസ് ചെയ്തുകൊണ്ട് HCL ടെക്കിന് ഇടി കിട്ടി, ഇൻഫോസിസിന് ഇടി കിട്ടിയില്ല, അങ്ങനെയൊന്നുമില്ല. their guidance is poor. പക്ഷേ HCL ടെക്കിനകത്തെ ഒരു നല്ല കാര്യം എന്താണെന്നറിയാമോ? അവർ ക്ലിയർലി അങ്ങ് പറഞ്ഞു, അവരുടെ ഇടിവിന് കാരണം ഓൾറെഡി അവർ നല്ലപോലെ പെർഫോം ചെയ്യാത്തതിൻ്റെ കാരണം തന്നെ AI ആയിരുന്നു എന്നുള്ളത് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. മറ്റുള്ളവർ അത് കറക്റ്റായിട്ട് പറയുന്നില്ല. എന്നിട്ട് HCL ടെക്ക് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു $620 മില്യൺ റവന്യൂ അവർക്ക് AI വകുപ്പിൽ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ AIയുടെ ശിശു വർദ്ധിച്ചു വരുന്നുണ്ടെന്നുള്ള ഒരു നല്ല സൂചന തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റിൽ പറയുന്നത് അത് കാനിബലൈസ് ചെയ്യുകയാണ് നിങ്ങളുടെ ഓൾറെഡി ഇരിക്കുന്ന സർവീസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ HCL ടെക്ക് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസസിനെ കാനിബലൈസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ AIക്കകത്ത് കാശുണ്ടാക്കുന്നതായിട്ടാണ് അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ പൊതുവെ
ഒരു വർഷത്തേക്ക് ഒരു 1% to 4% വരെ പ്രോഗ്രസ് അല്ലെങ്കിൽ ഗ്രോത്ത് പ്രോമിസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ആരാണാവോ ഇടുന്നത്? അതിനെക്കാട്ടിയും ഭേദമായിട്ട് പല ഇൻഡസ്ട്രീസും ഗ്രോത്ത് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അന്നേരം അങ്ങോട്ടല്ലേ പോകേണ്ടത്? എസ്പെഷ്യലി ഈ ഐ ടി സർവീസസ് അല്ലെങ്കിൽ സാസ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അങ്ങനെയൊക്കെയുള്ള ആ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി പ്രവർത്തിച്ചു വരുന്ന AI ഇൻഡസ്ട്രിക്കകത്ത് ഓൾറെഡി 100% ഗ്രോത്ത് എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്തുവാണെന്ന് പറഞ്ഞാലും ഈ 4%-നെക്കാട്ടിലൊക്കെ ഒത്തിരി കൂടുതലായിട്ട് അവർ ഗ്രോത്ത് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അന്നേരം നാച്ചുറലി എവിടെ നിന്ന് എങ്ങോട്ട് പോകും? വെള്ളം ഒഴുകണമെങ്കിൽ ഇച്ചിരൂടും ഗ്രാവിറ്റി കൂടിയ സ്ഥലത്തോട്ടല്ലേ പോകുന്നത്. അങ്ങനെയാണ് പോകുന്നത്. അന്നേരം ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള സ്റ്റോക്സ് എല്ലാം എടുത്ത് പഠിച്ചോണ്ട് AI പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നടക്കാൻ എന്താണ്? ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു, ഒരു 3-4 ദിവസത്തേക്ക് FIIs അവരുടെ ആ പുൾ ഓഫ് അങ്ങ് കുറച്ച് വെച്ചു, ഇച്ചിരി അങ്ങോട്ട് ഇട്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ 3-4-5 ദിവസമായിട്ട് FIIs ഭയങ്കര അതിഭീമനായിട്ട് പുൾ ഓഫ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു ദിവസം DIIs കൂടെ പുൾ ഓഫ് ചെയ്തു. അന്നേരം അങ്ങനെ കിടക്കുന്നു. ഇന്ത്യൻ IT തന്നെയല്ല, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ പ്രശ്നം, അതിൻ്റെ ആ ഒരു ചാവി കൊടുക്കുന്ന ആരാണ്? നമ്മളെല്ലാവർക്കും അറിയാവുന്ന പോലെ ട്രംപ് ചേട്ടനാണ്. അദ്ദേഹം ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു പറയും. അത് കേട്ടോണ്ട് തുള്ളാനിരിക്കുന്ന നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്. ഈ പറഞ്ഞതിന് പുറമെ വേറെ പല കാരണങ്ങളും കൂടെ ഉണ്ട്. ഇത്രമാത്രം ശക്തിയായിട്ട് IT സ്റ്റോക്സ് ഇടിഞ്ഞു താഴുകയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻഫോസിസ് ഏകദേശം 5% ഇടിഞ്ഞു താഴെ വീണുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ. എന്താണ് നടക്കുന്നത്? CC റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. CC എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് കറൻസി. ഈ കോൺസ്റ്റൻറ്റ് കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡോളറിലല്ലേ റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വന്നിട്ട് ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മാർജിൻ കിട്ടും. അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇവിടെ പണി കൊടുക്കുന്നു. എന്നിട്ട് ആ മാർജിനിൽ കിടന്നാണ് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ CC റവന്യൂ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോളറിൽ കിട്ടുന്ന ആ ഗ്രോത്ത് കിട്ടുന്നില്ല ഇനിയും തൊട്ട്. അങ്ങനെയാണ് ബേസിക്കലി പറഞ്ഞു വരുന്നത്. അന്നേരം HCL ടെക്കിന് CC റവന്യൂ ഗ്രോത്ത് എത്രയായിരുന്നെന്ന് അറിയാമോ? -3.3. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്വാർട്ടർ കിട്ടിയതിനെക്കാട്ടിലും 3.25% കുറവാണ് റവന്യൂ ഗ്രോത്ത് തന്നെ കിട്ടിയിരിക്കുന്നത്. ഇൻഫോസിസിന് കഴിഞ്ഞ ക്വാർട്ടറിൽ കിട്ടിയതിനെക്കാട്ടി 4% കൂടുതൽ റവന്യൂ കിട്ടിയിട്ടുണ്ട്. അന്നേരം ഈ 3.5%-ഉം 4% ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വളരെ ബോട്ടം സ്ക്രേപ്പിംഗ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നെഗറ്റീവ് ന്യൂസാണ് പറയുന്നതെന്ന് പറഞ്ഞ് കുറേ അണ്ണന്മാർ വന്നിട്ട് കമൻസ് കോളത്തിനകത്ത് വന്നിട്ട് എഴുതും. എന്നാൽ അണ്ണന്മാരെ, നിങ്ങൾക്കറിയാവോ, ഞാൻ പറഞ്ഞതുകൊണ്ടല്ല ഈ സ്റ്റോക്സ് വീഴുന്നത്. ഈ സ്റ്റോക്സ് വീണത് കൊണ്ട് എനിക്ക് പറയാനായിട്ട് ഒരു വകുപ്പായി. ഞാൻ അത് എന്തുകൊണ്ട് വീണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ അങ്ങനെ പുകഴ്ത്തിയത് കൊണ്ട് സ്റ്റോക്ക് അങ്ങനെ നല്ലപോലെ മുകളിലോട്ട് പോകുമായിരുന്നെങ്കിൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ പറയത്തുള്ളൂ. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വിഷമിക്കണ്ട. ഇപ്പോൾ നടക്കാനിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്സ് ഒക്കെ ഇടിഞ്ഞ് താഴെ വീണു. നമ്മൾക്ക് സ്റ്റോക്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ നഷ്ടത്തിൽ ഇരിക്കുന്നു. ഇനി സ്റ്റോക്സ് മുകളിലോട്ട് പോകാനോട്ടുള്ള ചാൻസ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്നും കാണുന്നില്ല. പക്ഷേ അതിനെക്കാട്ടിലും ദുരന്തമായിട്ടുള്ള വേറെ ചില കാര്യങ്ങളും കൂടെ ഈ സ്റ്റോക്ക് റിസൾട്ട്സിനകത്ത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഇൻഫോസിസ് പറയുന്ന എത്രയാണ്? അവർക്ക് റവന്യൂ 13.4% അല്ലെങ്കിൽ 13.4% ഗ്രോത്ത് നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ CC ടേംസ് എത്രയാണ് ഗ്രോത്ത് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4% ഗ്രോത്ത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്ന റവന്യൂ ഗൈഡൻസ് അവർ 1% to 1.5% to 3.5% നമ്മുടെ ഇൻഫോസിസിനും HCL ടെക്ക് പറയുന്ന 1% to 4% റവന്യൂ ഗ്രോത്ത് നടക്കുക. അന്നേരം ഈ 13.4-ഉം 12.5-നും ഒക്കെ റവന്യൂ ഗ്രോത്ത് തന്നെ അങ്ങ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഓർത്തോണം, ദിസ് കമ്പനി ഈസ് അതിൻ്റെ ആ എക്സ്പാൻഷൻ മോഡിൽ മാറിയിട്ട് അതൊരു ഷ്രിങ്കേജ് മോഡിലോട്ട് പെയ്യെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷ്രിങ്കേജ് മോഡിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം നടക്കുന്ന എന്താണെന്ന് ആരും പറയാതെ തന്നെ മൂളയുള്ളവർക്ക് മനസ്സിലാകും. കാരണം എന്താണ്? ഈ IT സെക്ടർ എന്ന് പറയുന്നത് അത് ഹ്യൂമൻ റിസോഴ്സ് ബേസ്ഡ് ഉള്ള സെക്ടറാണ്. അല്ലാതെ ജനങ്ങളില്ലാതെ വെറും മെഷീനറിയും കൊണ്ട് നടക്കുന്ന ഒരു സെക്ടർ അല്ലല്ലോ. അന്നേരം പൊതുവെ നടക്കാൻ പോകുന്ന എന്താണ്? ഷ്രിങ്കേജ് നടക്കുമ്പം അവിടെ നിന്ന് പലരെയും പിരിച്ചു വിട്ടെന്ന് വരും.
ആ ഒരു കാര്യം അത് ആക്സിലറേറ്റഡ് മോഡിൽ ഇനിയും കൂടാനുള്ള ചാൻസേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വർഷം തോറും ചില ഗ്രോത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്നല്ലോ, ഇൻക്രിമെൻറ്റും പല അലവൻസസും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്, അതൊക്കെ അങ്ങ് വെട്ടി മാറ്റാനുള്ള ചാൻസ് ഒക്കെ നല്ലപോലെ ഉണ്ട്. ബിക്കോസ് ആൾക്കാരെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ ഉള്ള രീതിയിൽ അവരെ അങ്ങ് സെവറൻസ് പാക്കേജ് കൊടുത്തിട്ട് മാറ്റും. പക്ഷേ അതേസമയം ഇവിടെ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ കമ്പനികൾക്കകത്ത് ഇപ്പോഴും ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ആ ഗ്രോത്ത് പണ്ട് കിട്ടുന്ന പോലൊന്നും കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. അല്ലെങ്കിൽ വളരെ റെയറായിട്ടുള്ള സ്പെഷ്യൽ സ്കിൽസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നടന്നിരിക്കും. പക്ഷേ ഒരു ജനറൽ IT എംപ്ലോയിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് കിട്ടത്തില്ല. നിങ്ങളുടെ ജോലി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു ഭാഗ്യമായിട്ട് നിങ്ങൾ കരുതിക്കൊള്ളണം. അല്ലാതെ വേറെ ഒന്നും ഈ റിസൾട്ട്സ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് അത് നെഗറ്റീവ് ആകുന്നില്ല. നെഗറ്റീവിൻ്റെ കാര്യം ഞാൻ പച്ച മലയാളത്തിൽ നിങ്ങളോടങ്ങ് പറയുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ അടിക്കാൻ മറക്കല്ലേ. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.